അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഏറെ ബഹുമാനമുള്ള പഠിതാക്കളെ, റമളാനിൽ അറിവ് പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നമ്മൾ കൂടിയിരിക്കുന്ന ഈ ഒരു ഇരുത്തം അള്ളാഹു നമ്മളിൽ നിന്നും ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു തുടർ പരമ്പര എന്നുള്ള നിലക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മറാക്കിൽ വഅി എന്ന ഷെയ്ഖ് സ്വാലിഹ് അസ്സിന്ദിയുടെ ഗ്രന്ഥം. ഇന്ന് അതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ദൈവമില്ല എന്ന് പറയുന്ന യുക്തിയില്ലാത്ത, എന്നാൽ യുക്തിവാദം എന്ന് അഡ്രസ്സ് ചെയ്യപ്പെടുന്ന നിരീശ്വരവാദത്തിൻ്റെ പരസ്പര വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രയെക്കുറിച്ചും ആ ഒരു വിരോധാഭാസം എത്രത്തോളം കടുപ്പമാണ് എന്നതിനെക്കുറിച്ചും അവരുടെ ലോജിക്കൽ ഫാലസി അഥവാ ഷെയ്ഖ് പറഞ്ഞതുപോലെ മുഗാലത്താത്ത്, ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം വാദങ്ങൾ, ഇത്തരം ആശയങ്ങൾ അവരുടെ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് വിരോധാഭാസം നിറയുന്നു എന്നത് തന്നെ ഇത്തരം ആശയം അത് നിരർത്ഥകമാണ്, അതൊരു ബുത്തലാനാണ്, ഫസാദാണ് എന്നുള്ളതിനെ അറിയിക്കുന്നു. ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അഥവാ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പരസ്പരം വൈരുദ്ധ്യങ്ങൾ, അതും ചില്ലറയൊന്നുമല്ല, ഒരുപാട് വൈരുദ്ധ്യങ്ങൾ. ഒരാൾ പറയണതല്ല മറ്റാൾ പറയാം, അതല്ല മൂന്നാമത്തെ ആൾ പറയാം. ഇങ്ങനെ തികച്ചും വിരോധാഭാസം നിറഞ്ഞ ഒരാശയം അത് യഥാർത്ഥത്തിൽ നിരർത്ഥകമാണ്. അത് ആ ആശയം തന്നെ നിരർത്ഥകമാണ് എന്നതിനെ ഇത്തരം കാര്യങ്ങൾ അറിയിക്കുന്നു എന്നുള്ളത് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു വാദം, യുക്തിവാദം, നിരീശ്വരവാദം, ദൈവമില്ല എന്ന് പറയുന്ന ഇത്തരം അബദ്ധജുടലമായ വാദങ്ങൾ അതൊരു ഒറ്റപ്പെട്ട ചിന്താഗതിയാണ്. പക്ഷേ എന്തുകൊണ്ട് എന്നിട്ടും നമ്മൾ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ ഒളിച്ചും പാത്തും തൻ്റെ റൂമിൽ അടച്ചിരുന്ന് റെക്കോർഡ് ചെയ്ത് ഇത്തരം ഫാലസികൾ, ലോജിക്കൽ ഫാലസികൾ പുറത്ത് ഔട്ട് ചെയ്യുന്നവർ, അത് വലിയ അബദ്ധമാണ്. ആളുകൾക്കിടയിൽ അത് വസ്വാസ് ഉണ്ടാക്കുന്നത് കാരണമാകുന്നുണ്ട്. സാധാരണക്കാരായ വ്യക്തികൾക്കിടയിൽ വലിയ കുഴപ്പം ഇത്തരം ആശയക്കാർ, ഈ ആശയം വളരെ വിരളമാണെങ്കിലും ആശയത്തിന് പ്രത്യേകിച്ച് നിലനിൽപ്പൊന്നുമില്ലെങ്കിലും ഇത്തരം ആളുകളുടെ വൺ മാൻ ഷോകൾ അത് വലിയ അബദ്ധങ്ങൾ സാധാരണക്കാർക്കിടയിൽ ഉണ്ടാക്കുന്നു എന്നതാണ് ഇത്തരം വിഷയങ്ങൾ ചർച്ചക്കെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. ഒരു നിലക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു പച്ചയായ നിരീശ്വരവാദി അഥവാ ഈശ്വരനില്ല, ദൈവമില്ല എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളുടെ യഥാർത്ഥത്തിൽ അവസ്ഥ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി ജീവിക്കുന്നു, എന്തിനോ വേണ്ടി മരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവനൊരു കൃത്യമായ ലക്ഷ്യമുണ്ട്, ലക്ഷ്യബോധമുണ്ട്. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്താൽ ഇങ്ങനെ, ഇന്നത് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ. അവന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, സന്തോഷമുണ്ടാകുമ്പോൾ അവലംബിക്കാനൊരിടമുണ്ട്, കൃത്യമായി മടങ്ങിച്ചെല്ലാനൊരു സ്ഥലമുണ്ട്, അവൻ്റെ വേവലാതികൾ ബോധിപ്പിക്കാനൊരു പ്ലാറ്റ്ഫോമുണ്ട്. പക്ഷേ ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ യാതൊന്നുമില്ല, യാതൊരു പ്രതീക്ഷയില്ല, ഒരു സന്തോഷമില്ല. ആ ഒരു ഇരുട്ട് നിറഞ്ഞ രൂപത്തിൽ എന്തും ചെയ്യാം, തോന്നിയത് ചെയ്യാം എന്നുള്ള രൂപത്തിലുള്ള ഒരു മനോഭാവമാണ് യഥാർത്ഥത്തിൽ ഒരു പച്ചയായ നിരീശ്വരവാദി എന്ന് പറയുന്ന, യുക്തിവാദി എന്ന് പറയുന്നവൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല.
ഒരു സാധാരണ മനുഷ്യനെ തന്നെ നമ്മൾ എടുക്കുക, അവന് സാധാരണ മനുഷ്യൻ, ഒരു മുസ്ലിം ആവണമെന്നില്ല, ഏതൊരു മനുഷ്യനാണെങ്കിലും ഒരു വിശ്വാസിയാവട്ടെ, ഏത് വിശ്വാസിയാകട്ടെ, അവന് കൃത്യമായൊരു ബോധം ഉണ്ടാവും, ലക്ഷ്യം ഉണ്ടാവും, ഇന്നോടത്ത് എത്തണം, ഒരു ലക്ഷ്യം ഉണ്ടാവും. പക്ഷെ വിശ്വാസിക്ക് കുറച്ചും കൂടിയും അപ്പുറത്താണ്, അഥവാ ഈ ജീവിക്കുന്ന ഈ ഒരു ലോകത്തും ലക്ഷ്യമുണ്ട്, ഇതിനപ്പുറത്ത് പരലോകത്തും കൃത്യമായൊരു ബോധ്യം, ലക്ഷ്യമുണ്ട് വിശ്വാസിക്ക്. അതനുസരിച്ചാണ് അവൻ്റെ ജീവിതം ഇവിടെ ചിട്ടപ്പെടുത്തുന്നത്. പക്ഷേ യുക്തിവാദിക്ക് ഇത് രണ്ടുമില്ല. ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദിക്ക് ഇത് രണ്ടുമില്ല. മെറ്റീരിയൽ എത്തിസ്റ്റിന് ഇത് രണ്ടുമില്ല. അവന് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല, ഇവിടെയില്ല, നാളത്തെ തീരെയില്ല എന്ന രൂപത്തിലാണ് അവൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റേതായൊരു വില അവരുടെ ആശയത്തിലില്ല. അതായത് നായ, പന്നി, ഇതൊക്കെ ഒരു ജീവനാണ്, അതുപോലെ തന്നെ മനുഷ്യരും ഒരു ജീവനാണ്. ഇതിനെ തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്ന ഒരു മാനദണ്ഡം അവരുടെ ആശയത്തിലില്ല. രണ്ടു ജീവനാണ്, എന്നാൽ അവരുടെ ആശയത്തിൽ, ആദർശത്തിൽ ഇതിനെ രണ്ടിനും വ്യത്യാസപ്പെടുത്തുന്ന ഒന്നുമില്ല. ഇതൊക്കെ ഒരു എവല്യൂഷൻ്റെ ഭാഗമായിട്ട്, പ്രകൃതി നിർദ്ധാരണത്തിൻ്റെ ഭാഗമായി, ഒരു റാൻഡമായ രൂപത്തിൽ നാച്ചുറൽ സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ഇത് രണ്ടും തമ്മിൽ ഒരു മാറ്റവും ഇവരുടെ ആശയത്തിലില്ല. കൾച്ചർ എന്ന നിലക്കോ മറ്റുള്ള നിലക്കോ ഒരു മാറ്റവും ഇവരുടെ ആശയത്തിലില്ല എന്നുള്ളത്. അഥവാ ആ ഒരു കോലത്തിൽ, നായയുടെ കോലം എങ്ങനെയാണ്, ഉറുമ്പിൻ്റെ വലുപ്പം എങ്ങനെയാണ്, മനുഷ്യൻ്റെ വലുപ്പം എങ്ങനെയാണ് എന്നല്ലാതെ പ്രത്യേകിച്ച് സംസ്കാര സമ്പന്നത എന്നുള്ള നിലക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്കോ ഇവരുടെ ആശയപ്രകാരം യാതൊരു വ്യത്യാസവും ഇത്തരം ജീവനുകൾ തമ്മിലില്ല എന്നുള്ളത് വലിയൊരു അബദ്ധവാദമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, അഥവാ ഇവരുടെ നമ്മൾ ലോജിക്കൽ ഫാലസി, മുഗാലത്ത എന്ന് പ്രയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുള്ളതാണ്. അഥവാ ഇവരെ വാദങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും, അഥവാ പ്രത്യേകിച്ച് ആൾതാമസം വല്ലാണ്ടില്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് തോന്നിപ്പോവും ഇതെന്തോ വലിയ സംഭവമാണെന്നുള്ളത്. പക്ഷെ അത് എടുത്തൊന്ന് ചർച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പ്രത്യേകിച്ചൊന്നുമില്ല എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലാകും എന്നുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ അബദ്ധം വലുതാണ്. സാധാരണക്കാർക്കിടയിൽ ഉണ്ടാക്കുന്ന അബദ്ധം വലുതാണ്. നമ്മൾ സാധാരണ പറയലുണ്ട്, ഈ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ എന്നൊക്കെ നമ്മൾ സാധാരണ പറയലുണ്ട്. ആ രൂപത്തിലുള്ള ഒരു വശം കൂടി ഇതിനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ റൂമിൽ അടച്ചിരുന്ന ഒരു സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ വലിയ വാചകത്തോടു കൂടി ആനവാക്യത്തിൽ അവരിതൊക്കെ പറയും, ആളുകളെ കുഴപ്പത്തിലാക്കും. ഇവരെ ചില ഫാലസികൾ നമുക്കൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താം. അഥവാ ഇവരെ വാദങ്ങളിലെ അബദ്ധങ്ങൾ, ലോജിക്കലി തന്നെ വലിയ വലിയ അബദ്ധങ്ങളുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അഥവാ ഈ ലോകത്ത് ഒരു ഖാനൂൻ സബബിയ എന്ന് പറയും. അഥവാ ഈ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെൻസിൽ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കുറച്ചൊരു ബുദ്ധിയുള്ള ആളുകൾക്ക് എന്ത് മനസ്സിലാവും, ഇതിൻ്റെ പിന്നിൽ ഇത് ക്രിയേറ്റ് ചെയ്തൊരാളുണ്ട്. ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്, ഇതിനെ നിർമ്മിച്ച ഒരാളുണ്ട് എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. ഇത് യുക്തിവാദി പറയാതെ പറയുന്നൊരു കാര്യമാണ്. അവർ പറയും ഇതൊക്കെ ഒരു പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ്, ഈ ലോകം പെട്ടെന്നുണ്ടായ സംഭവമാണ്. എന്നാൽ ഇതൊക്കെ വെൽ ഡിസൈൻഡ് ആണോ? ആണ്. വെൽ പെർഫെക്ഷനിലാണോ? ആണ്. പക്ഷെ ഇതൊക്കെ പെട്ടെന്ന് ഒരു റാൻഡമായ സെലക്ഷനിലൂടെ, അതല്ലെങ്കിൽ ഒരു നാച്ചുറൽ സെലക്ഷനിലൂടെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പ്രകൃതി നിർദ്ധാരണത്തിലൂടെയൊക്കെ പെട്ടെന്നുണ്ടായൊരു സംഭവമാണെന്നാണ് ഒരു പറയാം. ഇനിയൊക്കെ പറഞ്ഞ് അവസാനം ഒരു സമയം ഇത്രയും പെർഫെക്ഷനിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് വേറെ ഗതികേട് കൊണ്ട് അവർ സമ്മതിക്കേണ്ടി വന്നാൽ അവസാനം അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, അതാണ് അവരുടെ ഏറ്റവും വലിയ അബദ്ധം. ഇങ്ങനൊരു സൃഷ്ടാവ്, ഡിസൈൻ ചെയ്ത സൃഷ്ടാവ് ഉണ്ടെങ്കിൽ ഫമൻ ഖലഖല്ലാഹ്, ഈ ഡിസൈനർ, ഈ ഒരു അള്ളാഹുവിനെ, ഈ ഡിസൈൻ ചെയ്ത വിശ്വാസികൾ പറയുന്ന അള്ളാഹുവിനെ ആരാണ് പടച്ചത് എന്നുള്ളൊരു ചോദ്യം, അബദ്ധജടുലമായ വിവേകത്തിന് യോജിക്കാത്ത ഒരു ചോദ്യം അവർ ചോദിക്കും.
ഇതാണ് അവസാനം അവർ എത്തി നിൽക്കുന്ന പോയിന്റ്. ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്ത ഒരാളുണ്ട് എന്ന് അവസാനം അവർ പറയേണ്ടി വരും ഗതികേട് കൊണ്ട്. ഇത്രയും പെർഫെക്ഷനിലാണല്ലോ ഇവിടെ ഉള്ളത്. ഓരോ ദിവസവും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടാതെ പോയോണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് പറയേണ്ടി വരും. എന്നിട്ട് അവസാനം ഗതികെട്ട് അവസാനം സമ്മതിച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ആരാണ് ഈ ഡിസൈൻ ചെയ്ത അള്ളാഹുവിനെ ഡിസൈൻ ചെയ്തത്? അതാണ് അവർ ചോദിക്കുന്ന അബദ്ധമായ ഒരു വാദം. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഒരിടത്ത് നിൽക്കാൻ കഴിയില്ല. അതായത് ഇതൊരു സക്സസീവ് റിഗ്രഷനിലേക്ക് പോയോണ്ടിരിക്കും. ഒരു സക്സസീവ് റിഗ്രഷനിലേക്ക് ഇവർ പോയോണ്ടിരിക്കും. അഥവാ ഒന്നിന് പിറകെ ഒന്നായി മറ്റൊന്നിന് പിറകെ മറ്റൊന്നായി ഇങ്ങനെ പോയോണ്ടിരിക്കും. കാരണം ഈ ഡിസൈൻ ചെയ്തൊക്കെ ഇത്ര വെൽ ഡിസൈൻഡായി ചെയ്ത ഒരാൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അയാളുടെ ഡിസൈൻ ചെയ്തത് ആരാണ്? ഈ അള്ളാഹുവിന് ഡിസൈൻ ചെയ്തത് ആരാണ് എന്നവർ ചോദിക്കുമ്പോൾ അവരുടെ വാദപ്രകാരം ഈ അള്ളാഹുവിന് ഡിസൈൻ ചെയ്ത ഒരാളുണ്ടെങ്കിൽ അയാളെ ഡിസൈൻ ചെയ്ത വേറൊരാൾ വേണം ഇവരെ വാദപ്രകാരം. എന്നിട്ടോ ഈ ഡിസൈൻ ചെയ്ത ആളെ ഡിസൈൻ ചെയ്യാൻ വേറൊരാൾ വേണം ഇവരെ വാദപ്രകാരം. എന്നിട്ട് ഇതിങ്ങനെ നിൽക്കാതെ ഇങ്ങനെ പരമ്പരയായി പോയി കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു സക്സസീവ് റിഗ്രഷനിലേക്കാണ് ഇവരെത്തിപ്പെടുക. ആ ഒരു വാദമേ തെറ്റാണ് എന്നുള്ളത് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അഥവാ ഒരു പടപ്പ് സൃഷ്ടിക്കപ്പെട്ട ഒരു പടപ്പ് അതൊരിക്കലും ഒരു സൃഷ്ടാവായി മാറുകയില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതുപോലെ തന്നെ ഒരു സൃഷ്ടാവ് എന്താവില്ല, ഒരിക്കലും ഒരു സൃഷ്ടിയായി മാറില്ല എന്നുള്ളത് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ, വക്രതയില്ലാത്ത ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിക്കൊണ്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അഥവാ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം എന്താ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലിഅന്നഹു മൗജൂദുൻ, അള്ളാഹു എന്ന് പറയുന്നത് മുൻദുൽ അസൽ, അഥവാ തുടക്കമില്ലാത്ത രൂപത്തിൽ പണ്ടുക്കും പണ്ടേ ഉള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ തുടക്കമില്ലാത്ത രൂപത്തിൽ പണ്ടുക്കും പണ്ട് ഹയ്യാണ്, അവൻ അവസാനമില്ല എന്നുള്ള കാര്യം, മരണമില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അതാണ് ഒരു വിശ്വാസിയുടെ നിലപാട് എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അഥവാ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെയുള്ള ഈ അവിശ്വാസികളുടെ അഥവാ ഇവിടെയുള്ള യുക്തിവാദികളുടെ ഈ ഒരു അബദ്ധങ്ങൾ, അതിൻ്റെ ഒന്നാമത്തെ ഒരു പോയിൻ്റാണ് നമ്മൾ പറഞ്ഞത്. ഇതൊക്കെ അടുത്ത പോയിൻ്റ് ഞാൻ പറയുമ്പോൾ ഇത് ചെറിയൊരു കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും കേട്ടോ. ചെറിയൊരു കണക്ഷൻ ചെറിയ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. രണ്ടാമത്തെ ഒരു ഫാലസി, ലോജിക്കൽ ഫാലസി, മുഹാലത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തജ്സീദുൽ മുജറദാത്ത്, അഥവാ ഇവരെ വലിയൊരു ആനക്കാരായി പറയുന്ന സംഭവമാണ് നെത്തിങ്നെസ് എന്ന് പറയും. നമ്മൾ കേട്ടിട്ടുണ്ടാവും നെത്തിങ്നെസ്, അഥവാ ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടായത്. അത് എത്രത്തോളം അബദ്ധമാണെന്ന് നമ്മളിങ്ങനെ ബാക്കി സംസാരം കേൾക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും. ഇവർക്കും ബോധ്യപ്പെട്ടതാവും, എന്നാലും ഇത് പറയാതെ നിർവാഹമില്ലല്ലോ. അപ്പോൾ അടുത്ത ഒരു വലിയൊരു പൊള്ളവാദമാണ്, വിദണ്ഡവാദമാണ്, വികൃതമായ വൈകല്യവാദമാണ് എന്ത്? നെത്തിങ്നെസ് എന്ന് പറയുന്ന വലിയൊരു ആനക്കാര്യമായി അവർ പറയുന്ന ഒരു ഭാഗം. അഥവാ ഇവിടെയുള്ളതെല്ലാം ഇല്ലായ്മയിൽ നിന്നുണ്ടായ ഒന്നാണ്. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായ ഒന്നാണ് ഈ പ്രകൃതി. പിന്നീട് ആ പ്രകൃതി ഒരു നാച്ചുറൽ സെലക്ഷനിലൂടെ അതിന് വേണ്ടത്, പ്രകൃതി നിർദ്ധാരണത്തിലൂടെ അതിന് വേണ്ടത് യോജിച്ച സമയത്ത് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ടായത് എന്ന് ആണ് അവർ പറയുന്നത്. ഇത് ഇത്രയും വെൽ ഡിസൈൻഡായി പെർഫെക്ഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ വേൾഡ്, അതൊന്നുമില്ലായ്മയിൽ നിന്ന് പെട്ടെന്ന് വന്ന് അത് റാൻഡമായിക്കൊണ്ട് അശ്വാഇയ എന്നാണ് ഷെയ്ഖ് പ്രയോഗിച്ചത്, റാൻഡമായിക്കൊണ്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്നുള്ള അബദ്ധമായ, ഏതൊരു പിഞ്ചു പൈതലിന് വരെ ആലോചിക്കുമ്പോൾ അത് എന്താണ് ഇത്ര വലിയ അണ്ടത്തരം എന്ന് തോന്നുന്ന രൂപത്തിലുള്ള കാര്യമാണ് അവരുടെ മറ്റൊരു ആശയം എന്ന് പറയും. ഇതിനുള്ള മറുപടി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽ മുസാദറത്തു അലൽ മത്ലൂബ് എന്നാണ് ഷെയ്ഖ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അഥവാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ദുനിയാവ് ഇതൊക്കെ വളരെ വ്യക്തമായിക്കൊണ്ട് ഡിസൈൻ ചെയ്തതാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിക്കും, അഥവാ ഒന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി അല്ല ഇവർ തരിക. ഒന്ന് ചോദിക്കുമ്പോൾ വേറൊന്നാവും മറുപടി തരാം. അതല്ലെങ്കിൽ ചോദിച്ച ചോദ്യം തന്നെ തിരിച്ചും കൊണ്ട് ചോദിക്കും. അതെന്താണെന്ന് വെച്ചാൽ കൃത്യമായൊരു നിലപാടോ മറുപടിയോ അവരുടെ അടുത്ത് ഇല്ലാത്ത കൊണ്ടാണ്, ആ ഒരു ആശയ ദാരിദ്ര്യം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇവിടെ ഈ ദുനിയാവ്, ഈ ഒരു വേൾഡ് ഇതൊക്കെ
കൃത്യമായിക്കൊണ്ട് വളരെ ഇത്ഖാൻ പെർഫെക്ഷനിലല്ലേ ചെയ്തിട്ടുള്ളത്? അതെ, വളരെ പെർഫെക്ഷനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു ഖാലിഖ്, ഇതിൻ്റെ പിന്നിലൊരു സൃഷ്ടാവില്ലേ എന്ന് ചോദിച്ചാൽ ഒരു കൂട്ടർ ഇല്ല. അതൊക്കെ ഒരു റാൻഡം സെലക്ഷൻ, നേരത്തെ പറഞ്ഞ പോലെ ഒരു റാൻഡം സെലക്ഷനാണ്. അതിൻ്റെ പിന്നിലും അങ്ങനത്തെ ഒരു ഡിസൈനർ ഇല്ല. ഇതൊക്കെ ഡിസൈൻഡ് ആണ് എന്നുള്ളതുകൊണ്ട് ഒരു ഡിസൈനർ ഇല്ല, ഡിസൈൻഡ് ആണ് എന്നുള്ളത് കൊണ്ട് ഒരു ഡിസൈനർ ഉണ്ട് എന്ന് വരുന്നില്ല എന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുക. അപ്പോൾ അതെന്താ കാരണം? എന്താ കാരണം എന്ന് ചോദിച്ചാൽ അത് നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ആ രൂപത്തിൽ റാൻഡം ആയിക്കൊണ്ടാണ് നമ്മൾ കാണുന്നത്. അതാണ് അതിനുള്ള കാരണം. അഥവാ നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്, അതങ്ങനെ കാണുന്നതുകൊണ്ട് എന്നുള്ള നിലക്ക് കൃത്യമായൊരു മറുപടി ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന ഒരു മറുപടിയാണ് ഇത്തരം ആളുകളുടെ പക്കൽ നിന്ന് നമുക്ക് കാണുന്നത് എന്നുള്ളത് ഇവരുടെ മറ്റൊരു അബദ്ധമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഞാൻ വേഗം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്ത് പോവാണ് കേട്ടോ. അതിൻ്റെ അബദ്ധം അതല്ലെങ്കിൽ മണ്ടത്തരം എത്രത്തോളം എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്തൊരു ഭാഗം എന്താണെന്ന് വെച്ചാൽ ഇവേഷൻ എന്നൊക്കെ നമ്മൾ പറയും. മുറാവക എന്നാണ് കിതാബിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇവേഷൻ എന്ന് പറയും. അഥവാ ഒരു വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് പറയുന്ന പോലെ ഒരു ബാക്ടീരിയ ഇതെന്തിനാ അവർ പറയണതെന്ന് വെച്ചാൽ ഇവരുള്ള എവല്യൂഷന് തെളിവ് പറയാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് കേട്ടോ. അതായത് ഒന്ന് പറയും എന്നിട്ട് അതിന് തെളിവ് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവും പറയുണ്ടാവുക. അതാണ് ഇവർ മൊത്തത്തിലുള്ള ഒരു ആശയം. അഥവാ ഈ ബാക്ടീരിയ തണുപ്പിനോട് യോജിച്ച് കഴിയുന്ന ഒരു ബാക്ടീരിയയാണെന്ന് വിചാരിക്കുക. അത് തണുപ്പിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരു ബാക്ടീരിയ എങ്കിൽ പെട്ടെന്നൊരു ചൂടുകാലം വന്നു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ എന്താവും? സ്വമേധയാ അതിൻ്റെ ഡിഫെൻസ് മെക്കാനിസത്തിലൂടെ പതിയെ അത് ചൂടിനെ ഉൾക്കൊള്ളാനുള്ളൊരു ശേഷിയിലേക്ക് പതിയെ മാറും. ഒരു ഉദാഹരണം, അങ്ങനെ മാറുന്നെങ്കിൽ അതുപോലെയാണ് ഇവിടെയുള്ള ഓരോന്നും ഇവല്യൂഷനിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഈ പരിണാമത്തിലൂടെ തത്വപൂറിലൂടെ ഇതുപോലെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മൾ കാണുകയാണ്. ഈ ബാക്ടീരിയ നമ്മളെ അവസ്ഥ, മനുഷ്യനാണെങ്കിൽ പോലും ഇതുപോലെ ഒരു ഡിഫെൻസ് മെക്കാനിസം, അവരൊരു ഇമ്മ്യൂൺ സിസ്റ്റം അവൻ്റെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സംവിധാനിച്ചത് ഒരു സൃഷ്ടാവാണെന്നുള്ളത് വിശ്വാസിക്കറിയാം, വിശ്വാസമുള്ളവന് മനസ്സിലാവും. അതില്ലാത്തവനോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് അതിൻ്റെ മറ്റൊരു ലോജിക്കൽ ഫാലസി എന്താണെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താനാണ് ഈ രൂപത്തിൽ പറയുന്നത്. അഥവാ ഇത് ഇങ്ങനെ പരിണമിക്കും. ഈ ബാക്ടീരിയ തണുപ്പിൽ നിന്ന് മാറിയിട്ട് ചൂടിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള രൂപത്തിൽ അതിൻ്റെ ശരീരത്തെ അത് കൈകാര്യം ചെയ്യും. ആ രൂപത്തിൽ അത് പരിണമിക്കുമ്പോൾ അതുതന്നെയാണ് പരിണാമ സിദ്ധാന്തത്തിനുള്ള വാദം, ഇവല്യൂഷനുള്ള വാദം അതുതന്നെയാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഈ ബാക്ടീരിയ ഇങ്ങനെ ഇവർ പറയുന്ന ഈ ഒരു ഇവർ പറയുന്ന ഒരു ഇവല്യൂഷൻ കാരണം ഈ ഒരു ബാക്ടീരിയ ഒരിക്കലും ഒരു ഈച്ച പോലും ആയി മാറണില്ല എന്നാണ്. ഈ ബാക്ടീരിയ ഒരിക്കലും ഈച്ച പോലും ആയി മാറണില്ല. ബാക്ടീരിയ അതിൻ്റെ ഉള്ളിൽ ഈ ഡിഫെൻസ് മെക്കാനിസം നടക്കുന്നുണ്ടെങ്കിലും ബാക്ടീരിയ ആയിട്ട് തന്നെ നിലനിൽക്കുന്നത്. ബാക്ടീരിയ ഒരിക്കലും വേറെന്തോ സാധനമായി മാറണില്ല. ഇങ്ങനെ ഒരു ഡിഫെൻസ് മെക്കാനിസം നടന്നിട്ട് ഒരു മനുഷ്യനൊരു ആനായി മാറണില്ല, ആന മനുഷ്യനായി മാറണില്ല. മനുഷ്യനായിട്ട് തന്നെ നിൽക്കുന്നത്. മനുഷ്യൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്, മറ്റെല്ലാ ജീവജാലങ്ങൾക്കുള്ളിലും ഇത് നടക്കുന്നുണ്ട്. ഒരു ചെടികൾക്കിടയിൽ വരെ ഈ സംഭവം നടക്കുന്നുണ്ടല്ലോ. പക്ഷെ അതൊന്നും വേറൊന്നും ആയിട്ട് മാറുന്നില്ല. അത് തന്നെയായി നിലനിൽക്കുകയാണ്. പക്ഷെ ഇവർ പറയണത് എന്താ? സിംഗിൾ സെല്ല് മൾട്ടിപ്പിൾ സെല്ലാകുന്നു, അതുപോലെ തന്നെ നട്ടെല്ലുള്ളതാകുന്നു, നട്ടെല്ലില്ലാത്തതാകുന്നു. അങ്ങനെ അഥവാ വെള്ളത്തിൽ ഓടി നടക്കുന്ന ഒരു മത്സ്യം അത് പെട്ടെന്ന് കരയിലേക്ക് എടുത്തു ചാടി ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ജീവൻ്റെ ആ ഒരു തുടിപ്പ് കിട്ടാത്തത് കൊണ്ട്, ആ ഒരു വെള്ളത്തിൽ നിന്നുള്ളത് കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ അടിക്കുമ്പോൾ അത് പെട്ടെന്ന് എന്തായി മാറുന്നു? റെപ്റ്റൈലായി മാറുന്നു. വെള്ളത്തിന് പുറത്ത് ജീവിക്കാൻ ഉതകുന്ന രൂപത്തിൽ അത് പരിണമിക്കുന്നു എന്ന്. അതുപോലെ തന്നെ മനുഷ്യൻ, അതിൻ്റെ മുന്നേ ഒരു മിഡിൽ സ്പീഷീസ് ഉണ്ട്, അതിൻ്റെ മുന്നേ വേറൊന്നുണ്ട്. ഇതൊക്കെ ഒരു പരിണാമം എന്നുള്ള നിലക്ക് അവതരിപ്പിക്കുമ്പോൾ എന്നിട്ട് അവന് ഉദാഹരണം പറയുന്നത് എന്താ? ബാക്ടീരിയയുടെ ഒരു ഉദാഹരണം പറയാം. ഈ ഡിഫെൻസ് മെക്കാനിസം അഥവാ ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് മാറുമ്പോൾ ഉള്ള ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം അതല്ലെങ്കിൽ ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് അവർ ഉദാഹരണമായി തെളിവായിട്ട് പറയുന്നത്. എന്തിന്? ഈ ഒന്ന് മറ്റൊന്നിലേക്ക്
അഥവാ ഒരൈറ്റം മറ്റു ഐറ്റത്തിലേക്ക് പൂർണ്ണമായി മാറുന്നു എന്ന് പറഞ്ഞിട്ട് ഉദാഹരണം പറയണതോ ഇത്തരം ഉദാഹരണങ്ങൾ. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ബാക്ടീരിയ ഈ ഒരു പരിണാമത്തിലൂടെ വേറൊന്നും ആയിട്ട് മാറുന്നില്ല. ഈ ഒരു ഡിഫൻസ് മെക്കാനിസത്തിലൂടെ എന്നും ബാക്ടീരിയ തന്നെയാണ്. ഈ ഒരു കാര്യത്തിലൂടെ തന്നെ അവരുടെ ഈ ഒരു ഇവേഷൻ എന്ന് പറയുന്ന ഈ ഒരു മണ്ടത്തരം നമുക്ക് മനസ്സിലാവും. ബാക്ടീരിയ എന്നും ബാക്ടീരിയയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഉദാഹരണം ഒന്ന് പറയും, എന്നിട്ട് തിയറി വേറൊന്ന് പറയും. തെളിവൊന്ന് പറയും, എന്നിട്ട് വേറൊന്ന് ഇത്തരം തിയറികൾ വേറൊന്ന് പറയും എന്നുള്ളതാണ് ഇവരുടെ ഒരു അബദ്ധം. അഥവാ ഒരു ബുദ്ധിയുള്ള ആളെന്താ ചെയ്യുക, ഒരു തെളിവ് കിട്ടിയാൽ പിന്നെ ആ തെളിവിനനുസരിച്ചാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു തെളിവ് കിട്ടിയാൽ അതിനനുസരിച്ചാണ് അതിൻ്റെ മദ്ലൂൽ, അതിൽ നിന്ന് കിട്ടുന്ന കാര്യം മനസ്സിലാക്കുക. പക്ഷേ ഇവരങ്ങനെയല്ല. ഇവരെ ആശയം എന്താണെന്ന് വെച്ചാൽ ഷെയ്ഖ് പറയുന്നത് ഖദ്ദിർ മാ തശാ വല മുഷ്കില, അഥവാ ഇഷ്ടമുള്ളത് തൊള്ളേ തോന്നിയെ വിളിച്ച് പറഞ്ഞോ, എന്നിട്ടോ തെളിവൊക്കെ കൊണ്ട് വന്നോളും. ആവശ്യമുള്ളതുകൊണ്ട് പറഞ്ഞോ, തെളിവൊക്കെ പിന്നീട് വന്നോളും. അഥവാ നമ്മൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പിനനുസരിച്ച് കാലുകൊണ്ട് മുറിക്കുന്ന രൂപത്തിലുള്ള സംസാരമാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ വളരെ രസകരമായ മറ്റൊരു അബദ്ധവാദം, മുഗാലത്ത, ഫാലസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരോട് നമ്മൾ ആരാണ് ഈ ലോകത്ത് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെന്ന് പറഞ്ഞുതരും. ആരാണ് ഇതിനെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ പ്രകൃതിയുടെ സെലക്ഷനിലൂടെയാണ്. അഥവാ ആരാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയും. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ നേരെ ഓപ്പോസിറ്റുള്ള എന്തെങ്കിലും പറയും. അങ്ങനെ എന്താണ് കൃത്യമായൊരു ബോധ്യമില്ലാത്തത് കൊണ്ട് ചോദിച്ചതിനല്ല അധികവും ഇവരെ മറുപടി ഉണ്ടാകുക എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യം. കാരണം നമുക്കറിയാം, അതായത് ആരാണ് ഈ ദുനിയാവ് സൃഷ്ടിച്ചത്, ഈ ലോകം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മറുപടി എങ്ങനെ വരല്? അതിങ്ങനെയാണ്, അഥവാ ഒരു നാച്ചുറൽ സെലക്ഷനിലൂടെയാണ്, അത് റാൻഡത്തിലൂടെയാണ്, ആരും എന്നൊരു പറയില്ല. ആ രൂപത്തിലാണ് അവരുടെ പോക്കുകളുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റൊരു ഫാലസി, മറ്റൊരു മുഗാലത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ന്യൂനതകൾ മറച്ചു വെക്കുന്നതിന് വേണ്ടി, അവരുടെ വല്ലായ്മകൾ ഇത്തരം അബദ്ധങ്ങൾ ചിലർക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാവണം, അത് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാകണം ഇസ്ലാമിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഇസ്ലാമിനെ വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നുള്ള മതം പൂർണ്ണമാണ്. അതിൽ യാതൊരു കുറവും ഇന്നും അന്നും എന്നും ഒരാൾക്കും എവിടെയും കാണിച്ചു തരാൻ പറ്റില്ല. ആരുടെ മുന്നിലും വളരെ നട്ടലോടുകൂടി നേർന്നു നിന്ന് വളരെ ധൈര്യസമയം നമുക്ക് പറയാൻ പറ്റും. ആ കാര്യം ആർക്കും പറയാൻ പറ്റും. ഇസ്ലാം അനുശാസിക്കുന്ന രൂപത്തിൽ ജീവിക്കുന്ന ആർക്കും നമുക്ക് ആ രൂപത്തിൽ പറയാൻ പറ്റും. അപ്പോൾ എന്നിട്ടും എന്തുകൊണ്ട് ഇവർ ഇസ്ലാമിനെ കരുവാക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ചില കക്ഷികൾ, ചില മുബത്തദികളായ കക്ഷികൾ, അതല്ലെങ്കിൽ ഒറ്റപ്പെട്ട ആശയം പറയുന്ന, ചില അബദ്ധം പറയുന്ന അറിവില്ലാത്ത ചില ആളുകൾ, മുസ്ലിം നാമധാരികളായ ആളുകൾ, ഇവർ ഇസ്ലാമിൻ്റെ പേരിൽ പലതും വിളിച്ചു പറയും. ഇസ്ലാമിൻ്റെ അഡ്രസ്സിൽ നിന്ന് പലതും ചെയ്യും. അറിവില്ലാത്ത, ഇസ്ലാമിന് അന്യമായ പലതും ചെയ്തു കൂട്ടും. ഇതാണ് ഇസ്ലാം എന്ന് ഈ യുക്തിയില്ലാത്ത യുക്തിവാദികൾ മനസ്സിലാക്കിയിട്ട് ഇതാണ് സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് ചെയ്യുക. ഇതും തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരെ വലിയൊരു അബദ്ധം നമുക്ക് മനസ്സിലാവും. അഥവാ ഇവരെ സംസാരം കേട്ടാൽ മനസ്സിലാവുന്ന ഒന്നാമത്തെ പോയിൻ്റ് ഇതാണ്, ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു കാഴ്ചപ്പാടും ഇവർക്കില്ല എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാവും, ഇവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും. അഥവാ ഒരു ആശയത്തെ നമ്മൾ എതിർക്കുമ്പോൾ ചുരുങ്ങിയത് എന്ത് വേണം, ആ ആശയത്തിൻ്റെ ഒരു ABCD നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലും അറിയില്ല എന്നുള്ളത് ഇസ്ലാമിനെ കുറിച്ച് ഇവർ സംസാരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതാണ് ഇവരെ മറ്റൊരു അബദ്ധം. ഒരാശയത്തെ എതിർക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ABCD അറിയാതെ, ഇസ്ലാം എന്താണെന്ന് അറിയാതെയാണ് ഇസ്ലാമിനെ വിമർശിക്കുക. എന്നിട്ടോ അവരുടെ പല ന്യൂനതകൾക്കും മറയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്ലാമിനെ മുന്നിൽ കൊണ്ടിട്ടിടും. ഇത് ഇവരുടെ മറ്റൊരു അബദ്ധമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ മറുവശത്തിലേക്ക്, മറ്റൊരു ഭാഗത്തേക്ക്, ഷെയ്ഖ് പറയുന്ന രണ്ടാമത്തെ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, തനാഖുലാത്ത് അഥവാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പര വൈരുദ്ധ്യങ്ങൾ, വിരോധാഭാസങ്ങൾ കൊണ്ട് കുത്തി നിറഞ്ഞ ഒരാശയമാണ് യഥാർത്ഥത്തിൽ ഈ നിരീശ്വരവാദം എന്ന് പറയുന്നത്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവരെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും. എന്നാലും
ഞാൻ ജസ്റ്റ് ഒന്ന് അത് അഡ്രസ്സ് ചെയ്ത് തരാം. അഥവാ ഒന്നാമത്തെ വരെ വലിയൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമിയിലുള്ളത്, ഈ ഭൂമിയിലുള്ളതെല്ലാം കണ്ട് മനസ്സിലാക്കുകയാണ് ഇവർ. ഇവിടെ ഈ പ്രകൃതിയും ഈ പർവ്വതങ്ങളും പുഴകളും ഇവിടെയുള്ള ഓരോ പുൽനാമ്പുകൾ വരെ ഇവർ കണ്ട് മനസ്സിലാക്കുക, കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കുകയാണ്. ഇത് കണ്ടിട്ട് അവരെന്ത് പറയും? ഇത് ഒക്കെ വെറുതെ ഉണ്ടായതാണ്, ഇതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഇവരുടെ ഒന്നാമത്തെ വിരോധാഭാസം. ഒന്നാമത്തെ വിരോധാഭാസം ഇതന്നെയാണ്. ഒന്നാമത്തെ വിരോധാഭാസം എന്ന് പറയുന്നത് തന്നെയാണ്. കാരണം അവർ കൾട്ടിവേറ്റ് ചെയ്യുന്ന, അഥവാ അവരുടെ പറമ്പിലുള്ള, ഉദാഹരണം പറഞ്ഞാൽ വളരെ വ്യക്തമായി മനസ്സിലാവാനും ഉദാഹരണം പറഞ്ഞാൽ, അവരുടെ പറമ്പിൽ അവർ കൾട്ടിവേറ്റ് ചെയ്തുണ്ടാക്കുന്ന കൃഷികൾ, അതല്ലെങ്കിൽ അതിൻ്റെ സമീപത്തുണ്ടാകുന്ന പുൽനാമ്പുകൾ, ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല. അതിൻ്റേതായ സമയമെടുത്ത് അതിൻ്റേതായ പരിശ്രമത്തിലൂടെ, കൃഷിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അങ്ങനെ ഉണ്ടാകുന്നതാണെന്ന് ഓർക്ക് മനസ്സിലാവും, ഓർക്കറിയാം, അംഗീകരിക്കും. എന്നിട്ടും ഇത് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന മറ്റൊരു പൊട്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചെടി, അവർ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഈ ഒരു സസ്യം, അത് വെറുതെ ഉണ്ടായതല്ല, അത് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഉണ്ടായതാണ് എന്ന് പറയുന്നതോടൊപ്പം അവർ പറയുന്നത്, ഇത്രയും വിശാലമായ ഭൂമി, വിശാലമായ ആകാശം, അതിലുള്ള മറ്റ് കാര്യങ്ങൾ, ഇതൊക്കെ പെട്ടെന്നുണ്ടായതാണ്, ഇതൊക്കെ ഒരു റാൻഡം സെലക്ഷനിലൂടെ ഉണ്ടായതാണ്, ഇതൊക്കെ ഒരു പ്രകൃതി നിർദ്ധാരണത്തിലൂടെ ഉണ്ടായതാണ് എന്ന് തുടങ്ങിയ വ്യത്യസ്തമായ ഭാഷകളിലൂടെ അബദ്ധങ്ങൾ വിളിച്ചു പറയുന്ന ഒരവസ്ഥ. അതാണ് ഒന്നാമത്തെ അവരുടെ വൈരുദ്ധ്യം, വിരോധാഭാസം. അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ടത്. കാരണം ഇതൊക്കെ പെട്ടെന്ന് അവരുടെ കൈകളാൽ ഉണ്ടാക്കുന്ന സസ്യങ്ങൾ, ഇതൊന്നും പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല, അത് ഇന്ന പരിശ്രമങ്ങൾ വേണം, അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരാൾ വേണമെന്ന് അവർക്ക് വ്യക്തമാണ്. എന്നിട്ടും അതറിഞ്ഞിരിക്കെ തന്നെ അവർ പറയുന്നത്, ഈ ആകാശം ഇതൊക്കെ പെട്ടെന്ന് വെറുതെ ഉണ്ട്, സ്വതഫത്തൻ, അതുണ്ട് ഉണ്ടായതാണ്, സ്പോട്ടിൽ ഉണ്ടായതാണ് എന്ന് അവർ പറയുമ്പോൾ അവർ എത്രത്തോളം അബദ്ധമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ നമുക്കിത് മനസ്സിലാവും. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ മനുഷ്യർ കാണുന്ന ഈ ഒരു ജീവിതമാകട്ടെ, നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുക, ഇന്നയാൾ ഇവിടെ ജനിച്ചു, ഇന്ന കുട്ടി ജനിച്ചു, ഇന്ന ആൾ ഇവിടെ മരണപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ, ഇതിനൊക്കെ നമുക്ക് മനുഷ്യൻ ദുർബലരാണ്, ആശ്രിതനാണ്, മറ്റൊരു ശക്തിയിലേക്ക് മനുഷ്യൻ ആശ്രിതനാണ്, ആശ്രയിക്കേണ്ടുന്ന ഒരാവശ്യം, ആശ്രിതനാണ് മനുഷ്യൻ, മറ്റൊന്നിലേക്ക് ആശ്രയം ആവശ്യക്കാരനാണ് എന്നുള്ളത് വളരെ വ്യക്തമായിക്കൊണ്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം വിരോധാഭാസങ്ങൾ, വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് ഇവരുടെ ഈ ഒരു ആശയം എന്നുള്ളത് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതിലൊന്നാമത്തെ തെളിവാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചത്. അഥവാ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ശരീരം, അവരുടെ ദാത്ത്, അതിന് തന്നെ എതിരാണ് അവർ പറയുന്ന ഒരു വാദം. അവരുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ തന്നെ അവർക്ക് അവരുടെ സൃഷ്ടാവിനെ ബോധ്യപ്പെടും. ശരിക്ക് വക്രതയില്ലാത്തൊരു ബുദ്ധിക്ക്, മാന്യമായൊരു ബുദ്ധിക്ക് മനസ്സിലാവും എന്ത്, അവൻ്റെ ശരീരത്തിലേക്ക് നോക്കിയാൽ തന്നെ അവൻ്റെ സൃഷ്ടാവിനെ അവന് ബോധ്യപ്പെടും, അതിനെക്കുറിച്ച് പഠിച്ചാൽ തന്നെ ബോധ്യപ്പെടും. എന്നാൽ അവൻ്റെ തടിക്ക് തന്നെ എതിരാകുന്ന വർത്തമാനമാണ് അവന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി മറ്റൊരു അബദ്ധവാദം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ള നന്മയും തിന്മയും, മതം വേർതിരിച്ച് പഠിപ്പിക്കുന്ന നന്മയും തിന്മയും, അതൊരു ബേസില്ല എന്ന് അവർ പറയാം. അങ്ങനത്തെ ഒന്നുമില്ല, അത് നിഷേധിക്കുകയാണ് അവർ. നേരെ മറിച്ച് എന്താ, നന്മയും തിന്മയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത്, ഒരു അല്ലാഹുൽ മുസ്തആൻ, അള്ളാഹ് കാക്കട്ടെ, ഞാനൊരു യുക്തിവാദിയാണെങ്കിൽ എൻ്റെ മനസ്സിൽ എന്താണോ നന്മ എന്ന് തോന്നുന്നത് അതാണ് നന്മ, എൻ്റെ മനസ്സിൽ എന്താണോ തെറ്റെന്ന് തോന്നുന്നത് അതാണ് തെറ്റ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ എത്രങ്ങാനും മനുഷ്യന്മാരുണ്ട്, എത്രത്തോളം മനുഷ്യന്മാരുണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ തോന്നിയതുപോലെ അവരെ നന്മയും തിന്മയൊക്കെ വേർതിരിക്കാൻ നിന്നാൽ എങ്ങനെ ഈ നന്മയും തിന്മയും നമ്മൾ മനസ്സിലാക്കുക? എങ്ങനെ അത് വേർതിരിക്കും നമ്മൾ? എന്താണ് അതിന് മാനദണ്ഡം? അതിന് മാനദണ്ഡം മതം മാത്രമേ ഉള്ളൂ. അത് അംഗീകരിക്കൽ മാത്രമേ വകുപ്പുള്ളൂ, വേറൊന്നും വകുപ്പില്ല എന്നുള്ളത് നമ്മൾ
പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഇവരെ മറ്റൊരു വൈരുദ്ധ്യമാണ് എന്ത്? നന്മയും തിന്മയും അത് പ്രത്യേകം അവർ നിഷേധിക്കുകയാണത്. നന്മയും തിന്മയും മതത്തിൽ പറഞ്ഞതൊക്കെ നിഷേധിക്കും. എന്നിട്ട് അവനവന് മനസ്സിൽ എന്താണോ തോന്നുക അതാണ് നന്മയും തിന്മയും എന്ന് അവരുണ്ട് അഡ്രസ്സ് ചെയ്യുക. അതിൻ്റെ അബദ്ധം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ എത്രത്തോളം അബദ്ധം ഉണ്ടെന്ന് നിങ്ങളത് മനസ്സിലാക്കണം. ഒരു നാടാവട്ടെ, അതല്ലെങ്കിൽ ഏതൊരു സംവിധാനമാകട്ടെ, അതിൻ്റെ ഒരു നന്മയും തിന്മയും, അതിൻ്റെ ഒരു നല്ല വശവും ചീത്ത വശവും, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്നത് തീരുമാനിക്കപ്പെടാതെ അതിലുള്ള ആ സംവിധാനത്തിലുള്ള ആളുകളോട് പറയാണ്, നിങ്ങളെ മനസ്സിൽ എന്താണോ നല്ലത് തോന്നുന്നത് അത് ചെയ്യുക, നിങ്ങളെ മനസ്സിൽ എന്താണോ മോശം തോന്നുന്നത് അത് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആളുകൾക്കും 4 അഭിപ്രായവും ഉണ്ടാവുക. അതനുസരിച്ച് പോയി കഴിഞ്ഞാൽ ആ സംവിധാനം എത്ര കാലം മുന്നോട്ട് പോകും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കുക. അഥവാ ഇവരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് മറ്റൊരാളെ ഉപദേശിക്കാൻ വകുപ്പില്ല എന്നാണ് ചുരുക്കം. ഒരാൾ ഒരു മിസ്റ്റേക്ക് ചെയ്തു, അപ്പോൾ അയാളോട് പോയിട്ട് ഉപദേശിക്കുകയാണ്. മറ്റൊരു നിരീശ്വരവാദി, ഒരു മുൽഹിദ് പോയിട്ട് ഉപദേശിക്കാം, എടാ അത് ചെയ്യാൻ പാടില്ല, അത് തെറ്റാണെന്ന് പറയാൻ വകുപ്പില്ല. കാരണം ആ ചെയ്യണോൻ്റെ അടുത്ത് അത് ശരിയാവും, ഓൻ്റെ മനസ്സിൽ അത് ശരിയാവും. ഇയാളെ മനസ്സിലത് തെറ്റാണെങ്കിലും ഓനക്ക് പറഞ്ഞൂടെ നിൻ്റെ മനസ്സിൽ ശരിയാണ് എന്നുള്ളത് ഓനക്ക് പറഞ്ഞൂടെ. അപ്പോൾ ഒരാൾക്ക് മറ്റൊരാളെ ഉപദേശിക്കാൻ പോലും, ഒരു കാര്യം കൊണ്ട് ഉപദേശിക്കാൻ പോലും വകുപ്പില്ലാത്തൊരു സിസ്റ്റമാണ് ഇത്തരം മെറ്റീരിയലിസ്റ്റിക് ചിന്താഗതിക്കാർക്കിടയിലുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ചാൽ, അവർക്ക് നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് മതം അംഗീകരിക്കാതെ വേറൊരു വകുപ്പുമില്ല. മതമാണ് നിശ്ചയിച്ചു കൊടുക്കുന്നത് ഇന്നതാണ് ഖൈർ, ഇന്നതാണ് ഷർറ് എന്നുള്ളത്. കാരണം നമുക്കറിയാം, ഒരു വിശ്വാസിക്കറിയാം. ഒരു വിശ്വാസി മനസ്സിലാക്കണം എന്താ, അവൻ്റെ ഖാലിഖായ റബ്ബ് വാസിഅൽ ഇൽമി വൽ ഹിക്മ, അഥവാ ഇതെല്ലാം ഉൾക്കൊണ്ട് പക്വതയോ അഥവാ കൃത്യമായ ഹിക്മത്തോടുകൂടി അറിവോടുകൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരു വിശ്വാസിക്ക് അള്ളാഹു ഒരു ഖൈറ് അതല്ലെങ്കിൽ ഒരു ഷർറ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ അനുയോജ്യമായ സമയത്ത്, അനുയോജ്യമായ സ്ഥലത്ത്, അനുയോജ്യമായ രീതിയിൽ എപ്പോൾ എങ്ങനെ കൊടുക്കണമെന്നുള്ളതിനൊക്കെ കൃത്യമായ ബോധവും ഉള്ളവനാണ് റബ്ബ് എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ മനസ്സ്. അവനെ സംബന്ധിച്ചിടത്തോളം ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും അവന് ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും അവൻ്റെ റബ്ബ് വിധിച്ചത് അവന് ഖൈറാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു വിശ്വാസിക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റുള്ളൂ. ഒരു വിശ്വാസിക്ക് ഒരു നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടാവുള്ളൂ. ഒരു മതമുള്ളവനെ ആ നിലക്ക് സാധിക്കുള്ളൂ. കാരണം ഈ ഇത്തരത്തിലുള്ള നിരീശ്വരവാദികൾ അവരുടെ തിയറി പ്രകാരം ഒരു അനാഥയായ കുട്ടിയെ ഭക്ഷണം കൊടുക്കുന്നതും സമമാണ്, ആ അനാഥൻ്റെ തലയിൽ പോയിട്ടൊരു കല്ലേറ്റ് അടിക്കുന്നതും സമമാണ്. കാരണം അവരുടെ തിയറി പ്രകാരം ഇത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല, രണ്ടും തമ്മിൽ വേർതിരിക്കാൻ പറ്റില്ല. നന്മയും തിന്മയും അവർക്ക് വേർതിരിക്കാൻ പറ്റില്ല. കാരണം ഒരാൾക്ക് നന്മയായി തോന്നിയത് മറ്റാൾക്ക് തോന്നിക്കൊള്ളുന്നില്ല, ഒരാൾക്ക് തിന്മയായി തോന്നിയത് മറ്റാൾക്ക് തോന്നിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മാനദണ്ഡമില്ലാതെ ഒരു ഹവാ ബേസ്ഡ് പോണ ഒരു സിസ്റ്റമാണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം വൈരുദ്ധ്യങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ ഒന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു വിരോധാഭാസം, വിദണ്ഡവാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇസ്ലാം അവർ പറയുന്ന വലിയൊരു അബദ്ധവാദമാണ് കേട്ടോ. അത് എത്രത്തോളം അബദ്ധമാണെന്നുള്ള അതിൻ്റെ ശേഷം പറയുന്ന ഭാഗം നമുക്ക് മനസ്സിലാവും. അഥവാ ഇസ്ലാമാണ് ഇത്തരം യുദ്ധങ്ങളും കൊലവെറികളും നടത്താനുള്ള കാരണം, അത് ഇസ്ലാമാണെന്ന് അവർ പറയും. അതായത് നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടാവും, ഇസ്ലാം അങ്ങനെ യുദ്ധം ഉണ്ടാക്കി, പണ്ട് അങ്ങനെ റസൂലുള്ളാഹിൻ്റെ കാലത്ത് അങ്ങനെ യുദ്ധം ചെയ്തു, അന്യായമായിട്ട് കുറേ ആളുകളായി രക്തം ചിന്തി, രക്തദാഹികളാണ് എന്നൊക്കെയുള്ള സംസാരങ്ങൾ നമ്മൾ കേൾക്കലുണ്ട്. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അവരോട് ചോദിക്കുക, അഥവാ ഇസ്ലാം ഇല്ലാത്തൊരു ലോകം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമോ? ഇസ്ലാമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള എന്താണ് തെളിവ്? ഇത്തരം യുദ്ധങ്ങളും അതുപോലെ തന്നെ രക്തദാഹികളും ഇസ്ലാമാണ്, മുസ്ലിമീങ്ങളാണെന്ന് പറയാൻ പറ്റരുത്. എന്താണ് തെളിവ്? നേരെ മറിച്ച് കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക. അഥവാ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ചൈനീസ്
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫോർമർ മാവോ സെഡോങ് എന്ന് പറയുന്ന വ്യക്തി. ഈ വ്യക്തി എത്ര ചരിത്ര പ്രസിദ്ധമാണ്, എന്ത് ഇയാളല്ല, ഇയാൾ കുപ്രസിദ്ധനാണ്, ചരിത്ര പ്രസിദ്ധമാണ് എന്ത് എത്ര വ്യക്തികളെയാണ് ഇയാൾ അകാരണമായി കൊന്നത് എന്നുള്ളത്. 50 മില്യൺ വിശ്വാസികളെയാണ് ഇയാൾ കൊന്നൊടുക്കിയത്. ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോർമറാണ് ഇയാൾ, നിരീശ്വരവാദിയാണ്, സ്വാഭാവികം. അയാൾ കൊന്നൊടുക്കിയത് 50 മില്യൺ ആളുകളെയാണ്. 50 മില്യൺ ആളുകളെ. ഏത് മുസ്ലിമാണ്, അതല്ലെങ്കിൽ ഏത് ഇസ്ലാമികളാണ് ഇത്തരം കണക്കുകൾ, ഇത്തരം ആളുകളെ കൊന്നൊടുക്കിയെന്ന് നിങ്ങളൊന്ന് പറയണം. ആരാണ് ഇത്തരം ആളുകളെ ഇത്രയും കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയത്? ഈ മാവോ സെഡോങ് എന്ന് പറയുന്ന ആൾ മുസ്ലിമല്ല, അയാൾ നിരീശ്വരവാദിയാണ്. ഇയാളാണ് ഇത്രയും ആളുകളെ കൊന്നൊടുക്കിയത്. എന്നിട്ട് ഇത് ഇസ്ലാമിൻ്റെ പേരിൽ കുത്തിവെക്കും. തീർന്നില്ല. സ്റ്റാലിൻ എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം, അയാൾ കൊന്നതോ 34 മില്യൺ വിശ്വാസികളെയാണ് ഇയാൾ കൊന്നൊടുക്കിയത്. ഇയാൾ മുൽഹിദാണ്, ഇയാൾ നിരീശ്വരവാദിയാണ്. കഴിഞ്ഞില്ല. ഹിറ്റ്ലറിനെ പരിചയമില്ലാത്ത ആരും ഇല്ലല്ലോ. ഹിറ്റ്ലർ മുസ്ലിമാണോ? ഇസ്ലാമിൻ്റെ തത്വസംഹിതകളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന വലിയ വിശ്വാസിയാണെന്ന് ആർക്കെങ്കിലും വാദമുണ്ടോ? ഇല്ല. അയാൾ വിശ്വാസിയല്ല, അയാൾക്ക് അയാളുടേതായ ആശയമാണ്. അയാൾ കൊന്നൊടുക്കിയത് എത്ര? 19 മുതൽ 20 മില്യൺ കണക്കിന് ആളുകളെയാണ് അയാൾ കൊന്നൊടുക്കിയത്. ലെനിൻ നമുക്കറിയാലോ, ഇയാളെ കൊന്നൊടുക്കിയതോ 4 മില്യൺ വിശ്വാസികളെയാണ് ഇയാൾ കൊന്നൊടുക്കിയത്. അയാൾ നിരീശ്വരവാദിയാണ്, മുസ്ലിമല്ല എന്ന് തുടങ്ങി ഇതിൻ്റെ ഒരു അബദ്ധം അല്ലെങ്കിൽ അപകടം മനസ്സിലാവാൻ, അവരുടെ മനസ്സിൻ്റെ കാഠിന്യം, രക്തത്തോളം അവർ രക്തദാഹികളാണ്, ദുർബലരെ പരിഗണിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ ഒരു വാചകം പറഞ്ഞുതരാം. ഇവരെ തന്നെ വലിയ ഒരു അപ്പോസ്തലനായി ഇവർ കാണുന്ന ഫ്രെഡറിച്ച് നീറ്റ്ഷെ എന്ന് പറയുന്ന വ്യക്തി അയാൾ പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദുർബലരെ അധീനപ്പെടുത്തുക, ദുർബലരെ ഒന്നുമില്ലാത്തവരായി കണ്ട് അധീനപ്പെടുത്തുക, അവരുടെ അവകാശങ്ങൾ അനിച്ച്, എന്നിട്ടോ വസ് അദ് ഫൗഖജു സസിഹിം, അവരുടെ ഡെഡ് ബോഡി ശവശരീരങ്ങൾക്ക് മുകളിൽ കയറി നിൽക്കുക എന്നാണ് ഇവരുടെ ആശയം. ഈ യുക്തിവാദികളുടെയൊക്കെ ആശയം ഈ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് ഇയാൾ. അഥവാ ഇത്തരം പാവപ്പെട്ട ആളുകളൊക്കെ കൊന്നൊടുക്കിയിട്ട് അവരുടെ അവകാശങ്ങൾ ഹനിച്ചിട്ട് അവരുടെ ശരീരത്തിൻ്റെ ഈ ശവശരീരങ്ങൾക്ക് മുകളിൽ കയറി നിൽക്കുക, അതൊരു ആനന്ദമായി കാണുന്ന രൂപത്തിലാണ് ഇവരുടെ ആശയങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് അവർ പറയും ഇസ്ലാം അങ്ങനെയാണെന്നുള്ളത്. പ്രിയമുള്ളവരെ, ഇസ്ലാമിൻ്റെ ആദർശം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത് എന്താ? നിന്നെ ഒരു യതീമായിക്കൊണ്ട് കണ്ട സമയത്ത് നിനക്ക് നാം അവലംബം തന്നിട്ടുണ്ട്, ഒരു അത്താണി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, ഒരു യതീമിനെ കണ്ടാൽ അവനെ കാഠിന്യത്തോടു കൂടി പെരുമാറരുത്, വളരെ സോഫ്റ്റായി അവൻ എന്താണോ വേണ്ടത് ചെയ്തു കൊടുക്കണം. തലയിൽ തലോടണം, മനസ്സ് കഠിനമാകാതെ സോഫ്റ്റായിരിക്കാനുള്ള ഒരു ടിപ്പായിട്ട് റസൂലുള്ള പഠിപ്പിച്ചത് എന്ത്? യതീമിൻ്റെ തലയിൽ തലോടുക, കൂലിയിട്ടുന്ന കാര്യമാണ്. അതാണ് ദീന് പഠിപ്പിക്കുന്നത്. അതാണ് പാവങ്ങളുടെ വിഷയത്തിൽ, യതീമുകളുടെ വിഷയത്തിൽ ദീന് മതം പഠിപ്പിക്കുന്ന കാഴ്ചപ്പാട്. എന്നാൽ ഇത്തരം ആശയക്കാരുടെ അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നതോ അവരൊക്കെ കൊന്ന് അവരുടെ അവകാശങ്ങൾ അനിച്ച് അവരുടെ ശവശരീരങ്ങൾക്ക് മുകളിൽ കയറി നിന്നിട്ട് ആനന്ദം കണ്ടെത്താനാണ് ഇവരുടെ ആശയക്കാർ പഠിപ്പിക്കുമ്പോൾ എന്താണ് ഇവർ നേരത്തെ പറഞ്ഞ വാദത്തിന് അടിസ്ഥാനമുള്ളത്? ഇസ്ലാമാണ് ഇവിടെയുള്ള ആളുകളൊക്കെ കൊന്നത്, രക്തദായികളാണെന്ന് പറയുമ്പോൾ എന്താണ് ഇവരുടെ ആശയത്തിനൊരു അടിസ്ഥാനമുള്ളതെന്ന് മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ ഇവരൊക്കെ യുദ്ധം ചെയ്ത ആ ഒരു 20 വർഷക്കാലം, ആ ഒരു ഇസ്ലാമിൻ്റെ യുദ്ധം ഉണ്ടായിരുന്ന ആ ഒരു 20 വർഷക്കാലം, ഈ 20 വർഷക്കാലയളവിൽ ടോട്ടൽ വെറും 625 അവിശ്വാസികൾ മാത്രമാണ് കൊല്ലപ്പെട്ടത്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്നറിയപ്പെടുന്നതിൽ ഈ 20 വർഷക്കാലയളവിൽ യുദ്ധത്തിനിടക്ക് ഇങ്ങോട്ട് വന്ന് യുദ്ധം ചെയ്തപ്പോൾ അങ്ങോട്ട് യുദ്ധം ചെയ്തതിൻ്റെ പേരിൽ 625 പേരാണ്, വെറും 625 അവിശ്വാസികളാണ്, ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്, മുസ്ലിങ്ങൾ വധിച്ചിട്ടുള്ളത് ഈ 20 വർഷക്കാല അളവിനുള്ളിൽ. അപ്പോൾ ചിലർ പറയും
അന്ന് ഈ തോക്കും അതുപോലെ തന്നെ ഈ ബോംബും ആറ്റം ബോംബും അതുപോലെ തന്നെ ടാങ്കറും ഇങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ. അന്ന് വെറും വാള് മാത്രമല്ലേ ഉള്ളൂ, വാളും പരിചയമൊക്കെ അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് രക്തം ചിന്തലാണ് ലക്ഷ്യമെങ്കിൽ, ഒരാളെ രക്തം ചിന്തലാണ് ലക്ഷ്യമെങ്കിൽ അതിന് പ്രത്യേകിച്ചൊന്നും വേണമെന്നൊന്നുമില്ല. എത്ര ആളുകളെ കൊന്നൊടുക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ചിന്തിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും. ഇന്ന ഐറ്റം വേണമെന്നൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ എത്ര ആളുകൾക്ക് കൊല്ലാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ അവരുടെ ഉദ്ദേശം നീയത്ത് അതല്ല എന്നുള്ളതാണ് ഇത്രയും ആളുകളിൽ ചുരുങ്ങാനുള്ള കാരണം. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഏകദേശം ഹിജറ 600-കളിൽ, ഹിജറ 656-ലൊക്കെ നടന്ന താർത്താരികളുടെ ആ ഒരു യുദ്ധം, ആ ഒരു സമയത്ത് അവരുടെ അടുത്ത് ഈ പറഞ്ഞ കോപ്പുകളൊന്നുമില്ല, ടാങ്കറുകളില്ല, അതുപോലെ തന്നെ ഈ ആറ്റം ബോംബുകളില്ല. എന്നിട്ട് മില്യൺ കണക്കിന് വിശ്വാസികളെയാണ് ഈ താർത്താരികൾ അന്ന് കൊന്നൊടുക്കിയത്. ഈ താർത്താരികൾ മില്യൺ കണക്കിന് ആളുകളെയാണ് അന്ന് കൊന്നൊടുക്കിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് ഇന്ന സാധനങ്ങൾ വേണമെന്നൊന്നുമില്ല. കൊല്ലണമാണ് എന്നാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അതിന് ഇന്നത് വേണമെന്നൊന്നുമില്ല. പക്ഷേ ഇവരുടെ ഉദ്ദേശം അതായിരുന്നില്ല. അതാണ് അവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് മനസ്സിലാക്കുക. അഥവാ റസൂലുള്ളാഹിൻ്റെ സ്വഹാബാക്കളും ഇസ്ലാമിൻ്റെ ആളുകളും ഈ നിരീശ്വരവാദികളും അവരുടെ അപ്പോസ്തലന്മാരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അഥവാ ഇസ്ലാം എന്ന് പറയുന്നത് ദീനുർ റഹ്മ, അതൊരു കാരുണ്യത്തിൻ്റെ മതമാണ്. അതിൻ്റെ ദൂതൻ കാരുണ്യത്തിൻ്റെ ദൂതനാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അതൊരു കാരുണ്യത്തിൻ്റെ ദൂതനാണ്. അദ്ദേഹം അഡ്രസ്സ് ചെയ്ത മതം അതൊരു കാരുണ്യത്തിൻ്റെ മതമാണ്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ അവർ കാരുണ്യത്തിൻ്റെ വക്താക്കളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ചുരുക്കത്തിൽ ഇത്തരം ആളുകളുടെ എണ്ണം ചുരുങ്ങിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി ഹൈലൈറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കിയ ഒരു വിഭാഗം, റസൂലുള്ളാഹിൻ്റെ നാട് മക്കയാണല്ലോ, ആ മക്കയിൽ നിന്ന് റസൂലുള്ളാഹിനെ ചവിട്ടി പുറത്താക്കി കല്ലെടുത്തെറിഞ്ഞ വ്യക്തികൾ, റസൂലുള്ളാഹിൽ വിശ്വസിച്ചത് കാരണത്താൽ റസൂലുള്ളാഹിൻ്റെ കൂടെയുള്ള ആളുകളെ റസൂലുള്ളാഹിൻ്റെ മുന്നിലിട്ട് പീഡിപ്പിച്ച വ്യക്തികൾ, ഈ വ്യക്തികളുടെ അടുത്തേക്ക് തല ഉയർത്തി പിടിച്ചുകൊണ്ട് മക്കം ഫതഹിൻ്റെ അന്ന് റസൂലുള്ള പോകുന്നുണ്ട്. അന്ന് റസൂലുള്ളാഹിൻ്റെ കാലിനടിയിലാണ് ഒരർത്ഥത്തിൽ ഇവരൊക്കെ ഉള്ളത്. അഥവാ അന്ന് റസൂലുള്ളാഹിൻ്റെ ഭരണം തുടങ്ങിയ പോലെയാണ് ഏകദേശം. അഥവാ അന്ന് റസൂലുള്ളാഹിക്ക് എന്തിനും വോയിസ് ഉണ്ട്. പക്ഷേ അവരൊക്കെ റസൂലുള്ളാഹിൻ്റെ കീഴിലായിരുന്നിട്ട് കൂടി, അവരുടെ തലയെല്ലാം എടുക്കാൻ വകുപ്പുണ്ടായിരുന്നിട്ട് കൂടി റസൂലുള്ള എടുത്തിട്ടില്ല. അത്രയും ഉപദ്രവം റസൂലുള്ളാഹിക്ക് അവരുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ റസൂലുള്ള അത് ചെയ്തില്ല. റസൂൽ വളരെ മാന്യമായിക്കൊണ്ടാണ് അവരോട് അന്ന് പെരുമാറിയിട്ടുള്ളത്. പക്ഷേ അന്ന് നേരെ സ്വഹാബാക്കളെ കണ്ടപ്പോൾ തെറ്റിദ്ധാരണയുടെ പേരിൽ കുറച്ച് അവിശ്വാസികൾ സ്വഹാബാക്കൾക്കെതിരെ പെട്ടെന്ന് ആയുധമായിട്ട് ചാടി വന്നു. ആ ഒരു സമയത്ത് വെറും 14 പേരെ, അത്രയും ആളുകളെ ഉണ്ടായിട്ടും വെറും 14 പേരെ, അതും അവരിങ്ങോട്ട് വന്നത് കാരണത്താൽ പ്രതിരോധത്തിൻ്റെ ഭാഗത്തിൽ ഈ ഒരു 14 പേര് അന്ന് കൊല്ലപ്പെട്ടു. എന്നതൊഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും സജ്ജീകരണങ്ങളും സന്നാഹങ്ങളും അതുപോലെ തന്നെ സ്വാധീനം ഉണ്ടായിട്ടും അതിനുള്ള പവർ ഉണ്ടായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആരെയും ഉപദ്രവിച്ചില്ല. അന്ന് റസൂലുള്ള എന്താണോ റസൂലുള്ളാഹിക്ക് ആവശ്യമുള്ളത് അത് ആ രൂപത്തിൽ മാന്യമായ രൂപത്തിൽ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാം അതല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ അവർ രക്തദാഹികളല്ല, അവർ കാരുണ്യത്തിൻ്റെ വക്താക്കളാണെന്ന് ഇത്തരം കാര്യങ്ങൾ നിന്നൊക്കെ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ആളുകൾ, ഈ പറയുന്ന ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന, ഒച്ചയുണ്ടാക്കുന്ന, വിദണ്ഡവാദങ്ങൾ പറയുന്ന ഇത്തരം നിരീശ്വരവാദികൾ, അവരുടെ ആശയത്തിൻ്റെ വൈകൃതങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ഞാൻ അവസാനിപ്പിക്കുന്ന സമയത്ത് അവരുടെ മറ്റൊരു വൈരുദ്ധ്യം കൂടി നമ്മൾ വ്യക്തമാകാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പറയും ഇത്രയും വെൽ ഡിസൈൻഡായ ഈ ഒരു ദുനിയാവ്, ഈ ഒരു ഭൂമിക്ക് സൃഷ്ടാവില്ല എന്നവർ പറയും. സൃഷ്ടാവില്ല എന്ന് പറയും. അങ്ങനെ ഒരു സൃഷ്ടാവില്ല എന്ന് പറയും. എന്നിട്ടോ ഈ ദുനിയാവാണ് ഇതിനൊക്കെ സൃഷ്ടിച്ചത്. അഥവാ ഈ ഒരു പ്രകൃതിയാണ് ഇതിനൊക്കെ നിർദ്ധാരണം ചെയ്തെടുത്തത്. ഈ ഒരു നാച്ചുറൽ സെലക്ഷനാണ്, അതല്ലെങ്കിൽ ഒരു റാൻഡം സെലക്ഷനാണ്.
എന്നാണ് അവർ പറയാം. അഥവാ ഈ ഭൂമി അത് സ്വയം ഓരോന്നിനെ സൃഷ്ടിക്കുകയാണ്. സൃഷ്ടാവില്ല എന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് ഈ ഭൂമിയെയും ഈ പ്രകൃതിയെയും ഒക്കെ ഒരു സൃഷ്ടാവാക്കി മാറ്റം ചെയ്യുന്ന വാദമാണ് ഇവരെ സംസാരത്തിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സൃഷ്ടാവ് അങ്ങനെ ഇല്ല എന്ന് പറയുകയും ചെയ്യും. എന്നിട്ടോ ഈ ഭൂമിയാണ് സ്വയം ഇതിനെ സൃഷ്ടിച്ചത്, ഈ നാച്ചറാണ് ഇതിനെ സെലക്ട് ചെയ്യുന്നത് എന്നുള്ള രൂപത്തിലുള്ള പരസ്പരം വൈരുദ്ധ്യമായ വിരോധാഭാസങ്ങളാണ് ഇവർ സംസാരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ ഇവരെ മറ്റൊരു വിരോധാഭാസം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് അബദ്ധം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇവർ പറയും ഇതെല്ലാം ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ഒരു എക്സ്പെരിമെൻറ്റ് ബേസ്ഡേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, എന്തും ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയതിന് ശേഷം വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇവർ പറയാം. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് നടത്താതെ സ്വീകരിക്കുന്നതെല്ലാം ബുദ്ധിക്കെതിരാണ്, അതുപോലെ തന്നെ നിരർത്ഥകമാണ് എന്നാണ് ഇവർ പറയാം. എന്നാൽ എന്നിട്ടോ അത് പറഞ്ഞിട്ടാണ് അവർ ഈ ദീനിനെയും മതവിശ്വാസികൾ വിശ്വസിക്കുന്ന ഗൈബിയായ മറഞ്ഞ കാര്യങ്ങളെയും തള്ളിക്കളയുക ഈ ഒരു വാദം വെച്ചിട്ടാണ്. എല്ലാം എക്സ്പെരിമെൻ്റ് ബേസ്ഡ് വേണം വിശ്വസിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ തള്ളിക്കളയുക. എന്നിട്ടോ ഈ തതവ്വുർ അവർ വിശ്വസിക്കുന്ന ഈ പരിണാമ സിദ്ധാന്തം അവരെത്ര ആളുകൾ ഇത് കണ്ടിട്ടുണ്ട്, അവരെത്ര ആളുകൾ ഇത് അനുഭവിച്ചിട്ടുണ്ട്, അവരെത്ര ആളുകൾ ഇത് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട്, നേരിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊന്നും ഈ തതവ്വുറിൻ്റെ വിഷയത്തിലോ അവരുടേതായ ആവശ്യങ്ങൾക്കൊക്കെ ആവശ്യമില്ല, അവരുടേതായ കാര്യങ്ങൾക്കും ഇതൊന്നും ആവശ്യമില്ല. ഇസ്ലാം ഒരു കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ അതിനൊക്കെ അവർക്ക് എക്സ്പെരിമെൻ്റ് ചെയ്ത് മനസ്സിലാക്കണം, അള്ളാഹിനെ എക്സ്പെരിമെൻ്റ് ചെയ്ത് മനസ്സിലാക്കണം. ഇതൊക്കെ എക്സ്പെരിമെൻറ്റ്. അതുപോലെ തന്നെ വിശ്വാസികൾ വിശ്വസിക്കുന്ന മറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ അവർക്ക് എക്സ്പെരിമെൻ്റ് ബേസ്ഡ് വേണം. എന്നാൽ അവരാരെങ്കിലും ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ സെല്ല്, മൾട്ടിപ്പിൾ സെല്ല് ഇതൊക്കെ ആരെങ്കിലും എക്സ്പെരിമെൻ്റ് ചെയ്ത് തെളിച്ചണ, ഇവരാരെങ്കിലും നേരിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്ത് തെളിച്ചണ, നേരിട്ട് കണ്ടണ എന്ത് ഈ മിഡിൽ സ്പീഷ്യസ് അഥവാ ഇവരെ ഈ പരിണാമ സിദ്ധാന്ത പ്രകാരം ഒന്ന് മറ്റൊന്നിലേക്ക് മാറുന്നു, അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഈ മിഡിൽ സ്പീഷ്യസ്, അതുപോലെ തന്നെ ഈ മാറുന്നതും ഈ എവല്യൂഷനൊക്കെ ആരെങ്കിലും എക്സ്പെരിമെൻ്റ് ചെയ്ത് ബോധ്യപ്പെട്ടതാണോ, അതല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ നേരിട്ട് ബോധ്യപ്പെട്ടതാണോ? ഇതൊന്നുമില്ല. ഇതിനൊന്നും അവർക്ക് എക്സ്പെരിമെൻ്റ് ആവശ്യമില്ല. ഇവരെന്തെങ്കിലും ആരെങ്കിലും ഒരാൾ ഇവരുടെ ഏതെങ്കിലും ഒരു അപ്പോസ്തലൻ പറഞ്ഞാൽ മതി, ഡാർവിനോ അതല്ലെങ്കിൽ റിച്ചാർഡോ ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി, ഇവർക്കത് തൊടാതെ വിഴുങ്ങാം. ഇസ്ലാം വിശ്വാസികൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവർക്കതിന് എക്സ്പെരിമെൻ്റ് വേണം എന്നുള്ള വാദം അത് തികച്ചും നിരർത്ഥകമാണ്. അതുപോലെ തന്നെ ഇവർ പറയുന്ന രൂപത്തിലുള്ള വിരോധാഭാസമാണ് എന്ന് മനസ്സിലാക്കുക. അഥവാ അവർക്കൊരു നിലപാട് നമുക്ക് വേറൊരു നിലപാട്, അത് ശരിയല്ലല്ലോ ഒരിക്കലും. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു അബദ്ധം അതല്ലെങ്കിൽ വൈരുദ്ധ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേരിട്ട് കണ്ണുകൊണ്ട് ഇവർക്ക് കാണണം. അവർ പറയാലോ അത് അള്ളാനെ അവർ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ വിശ്വസിക്കാം? അവൻ അള്ളാനെ നേരിട്ട് കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ വിശ്വസിക്കാം? വളരെ വളരെ ബാലിശമായൊരു വാദമാണ്, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഇവർ പറയുന്ന വലിയൊരു ആനക്കാരെ ഈ പറയുന്ന ഒരു സംഭവമാണ് ഇതെന്ത്, അള്ളാനെ അവർ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ നേരിട്ട് കാണാത്ത ഒന്നിനെങ്ങനെ അവർ വിശ്വസിക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്ക് ചോദിക്കാൻ പറ്റും, നമ്മൾ കാണാത്ത എന്തൊക്കെ ഉണ്ട് ദുനിയാവിൽ? ഈ പറയുന്ന ആളുകളൊക്കെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ? പക്ഷെ അത് അവർ അനുഭവിക്കണില്ലേ, അവർ ജീവിതത്തിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കണില്ലേ? അതുപോലെ തന്നെ ഇലക്ട്രോൺ എന്ന് തുടങ്ങി ഓരോ കാര്യങ്ങളും കണ്ണുകൊണ്ട് കാണാത്ത എന്നാൽ അവർ അനുഭവിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന എന്തൊക്കെ ഉണ്ട് ഇവിടെ? അതൊക്കെ അവർ എക്സ്പെരിമെൻ്റ് ചെയ്താണോ? അതൊക്കെ അവർ കണ്ടുകൊണ്ട് കാണണാണോ? അല്ല. അപ്പോൾ ഇന്നത് ഇങ്ങനെ ആവണം എന്നാൽ ഇന്നത് അങ്ങനെ വേണ്ട എന്നുള്ള രൂപത്തിലുള്ള വിരോധാഭാസം അത് തീർത്തും ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെയും റസൂലിനെയും അവരെ കാണാതെ, അവരെ ഗൈബിയായ നിലക്ക് കാണാത്ത രൂപത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുക, അനുസരിക്കുക എന്നുള്ളത് ഈമാൻ്റെ വലിയൊരു ദർജയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ബാക്കിയുള്ളവർക്ക്, ഇസ്ലാമിന് പുറത്തുള്ളവർക്ക് എന്തും പറയാം, ഇതൊക്കെ ഉള്ളിലുള്ള ചർച്ചകളാണ്. അപ്പോൾ പുറത്ത് നിന്നിട്ട് ഇതിനെങ്ങനെ വിലയിരുത്തുമ്പോൾ ഈ രൂപത്തിലൊക്കെ മനസ്സിലാക്കാൻ പറ്റും, ഈ രൂപത്തിലൊക്കെ തെറ്റിദ്ധാരണകൾ വരും. മാത്രമല്ല അവരുടെ ഈ ഒരു തത്വസംഹിതകൾ വരെ അതിനെതിരാണെന്ന് മനസ്സിലാക്കുക. അഥവാ ഞാൻ പറഞ്ഞ പോലെ അവർ കാണാത്ത പലതും അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ കാണാത്ത പലതും
അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് നമ്മൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ഈ അള്ളാഹ് എന്നതിനെ വിശ്വാസികൾ കണ്ടിട്ടില്ലെങ്കിലും ഇൻഷാ അള്ളാഹ് കാണും. കണ്ടിട്ടില്ലെങ്കിലും നമ്മളത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രകൃതിയിലൂടെ, അതുപോലെ തന്നെ നമ്മിലൂടെ അതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, വിശ്വസിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസിയെ സംബന്ധിച്ചോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവനക്ക് ഗൈബിയായ വിശ്വാസം എന്നുള്ളതാണ് വിശ്വാസിയും മറ്റുള്ളവരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞതിനോട് കൂടെ തന്നെ ആഡ് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു വിരോധാഭാസം, വൈരുദ്ധ്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദിമ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നുള്ളത് അവർക്ക് വിശ്വസിക്കൂല. കാരണം അവർ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, അവർക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എക്സ്പെരിമെൻറ്റിലൂടെ അവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ വിശ്വസിക്കൂല. എന്നാലോ ഈ ഒരു തതവ്വുർ, ഈ ഭൂമിയിലുണ്ടായ പരിണാമങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്പീഷീസ്, അതുപോലെ തന്നെ ഓരോ സെല്ലുകൾ, ഇതൊന്നും അവർ നേരിട്ട് കണ്ടിട്ടില്ല. ഈ പറയുന്നതൊന്നും അവർ എക്സ്പെരിമെൻറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടില്ല. ഇതൊന്നും അവർ ചെയ്തിട്ടില്ല. പക്ഷെ അതൊക്കെ അവർക്ക് അതേപോലെ വിശ്വസിക്കാം, അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. പക്ഷേ മതവുമായി ബന്ധപ്പെട്ട് എന്ത് വന്നാലും അതപ്പം അവർക്ക് കണ്ണുകൊണ്ട് കാണണം, അതവർക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള രൂപത്തിലുള്ള അബദ്ധങ്ങൾ ആണ് അവർ വിളിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഏതൊരു തുടക്കക്കാരനും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ഇതൊക്കെ ഫാലസികളാണ്, ലോജിക്കൽ ഫാലസികളാണെന്നുള്ളത് വളരെ വ്യക്തമായിക്കൊണ്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ശാസ്ത്രത്തിൻ്റെ പിന്നാലെയാണ്, സാന്ദർഭികമായിട്ട് പറയും, പിന്നാലെയാണ് ഇവർ പോയോണ്ടിരിക്കുന്നത് എന്നാണ് ഓരോ വാദം. ശാസ്ത്രത്തിൻ്റെ പിന്നാലെയാണ്, അഥവാ ശാസ്ത്രമാണ് അവരുടെ അവലംബം എന്ന് പറഞ്ഞിട്ട് ശാസ്ത്രത്തിനെതിരായ ഒരുപാട് കാര്യങ്ങളാണ് അവർ വിളിച്ചത്. എന്നിട്ട് അവർ മനസ്സിലാക്കിയ ശാസ്ത്രവും ഇസ്ലാമും കൂടിയാണ് കൂട്ടിക്കെട്ടും. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമും ശാസ്ത്രവും തമ്മിൽ എങ്ങനെ കൂട്ടിക്കെട്ടാൻ പറ്റും. അതായത് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഒരു സാഹിത്യ പുസ്തകം നമ്മൾ എടുത്തിട്ട് അതിലെ സാഹിത്യ വരികൾ ഒരാൾ വായിച്ചിട്ട് ഇത് ഭയങ്കര സാഹിത്യം എന്ന് ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ വന്നിട്ട് പറയാം അത് സാഹിത്യമൊന്നുമില്ല, അത് സാഹിത്യം ഉണ്ടെന്ന് ശാസ്ത്രം കൊണ്ട് എങ്ങനെ തെളിയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം അബദ്ധമാണ്. അഥവാ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു വശമാണ്, സാഹിത്യം എന്ന് പറയുന്നത് മറ്റൊരു വശമാണ്. അതുപോലെ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വശമാണ്, ശാസ്ത്രം എന്ന് പറയുന്നത് മറ്റൊരു വശമാണ്. ഇത് രണ്ടും കൂടി കൂട്ടിക്കെട്ടിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ കൂട്ടിക്കെട്ടിക്കഴിഞ്ഞാൽ, ഒരാളങ്ങനെ കൂട്ടിക്കെട്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഓനക്ക് ശാസ്ത്രം എന്താണെന്ന് മനസ്സിലായിട്ടില്ല, ഇസ്ലാം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് അതിൻ്റെ ചുരുക്കം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്താൻ ഉദ്ദേശിക്കുകയാണ്. അഥവാ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ഭൂമിക്ക് ഒരു സൃഷ്ടാവുണ്ട് എന്നതിന് പ്രത്യേകിച്ച് ഒരു തെളിവിൻ്റെ ആവശ്യമില്ല. കാരണം ഇതൊക്കെ നമ്മൾ കണ്ട് അനുഭവിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു തെളിവിൻ്റെ ആവശ്യം ഇനി പുറമേ ഇല്ല. തെളിവുകൾ ഉണ്ടെങ്കിലും ഇനി ഒരു തെളിവിൻ്റെ ആവശ്യമില്ലാത്ത രൂപത്തിൽ അത് പൂർണ്ണമാണ്. കാരണം ഇതൊക്കെ കണ്ട് അനുഭവിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതില്ല എന്ന് പറയാനാണ് യഥാർത്ഥത്തിൽ തെളിവ് വേണ്ടത്. കാരണം നമ്മൾ അനുഭവിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം പെട്ടെന്നൊരാൾ സുപ്രഭാതത്തിൽ വന്നിട്ട് ഇതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അയാളല്ലേ ശരിക്കും തെളിവ് പറയേണ്ടത്, എന്നാൽ അയാൾ അതിന് തെളിവ് പറയണില്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു മർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിലൂടെ പറഞ്ഞതുപോലെ ഫഇന്നഹ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ. അഥവാ ഇതിൻ്റെ ഒക്കെ ഒരു മർമ്മം എന്താ, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നെഞ്ചകങ്ങളിലുള്ള മനസ്സ് അത് അജ്ഞതയിലായി പോയിട്ടാണ്. അഥവാ അവർക്ക് കണ്ണുകൊണ്ട് കാണായിട്ടില്ല, അനുഭവിക്കായിട്ടില്ല, ഇതൊന്നും അറിയായിട്ടല്ല അവർക്ക്. പക്ഷേ ഇതൊക്കെ അറിഞ്ഞാലും കണ്ണുകൊണ്ട് കണ്ടാലും മനസ്സിലാക്കിയാലും മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത്രത്തോളം അവരുടെ മനസ്സ് കുടുസായിട്ടുണ്ട്, ഇരുട്ടായിട്ടുണ്ട്, അന്ധത ബാധിച്ചിട്ടുണ്ട് എന്നാണ് കാരണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് ആയത്തിൽ പറയുന്നത്. അതാണ് അതിൻ്റെ മർമ്മം. അവർക്ക് ആ രൂപത്തിൽ ചിന്തിക്കാനും പറയാനും ഇസ്ലാമിനെതിരെ കൊട്ടിഘോഷിക്കാനും തോന്നുന്നത്, അത്തരത്തിലുള്ള വാദങ്ങൾ പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ചുരുക്കത്തിൽ ഇത്തരം വാദങ്ങൾ പേരിനൊരു വാദം എന്നല്ലാതെ പ്രത്യേകിച്ച് അതിലൊരർത്ഥമില്ല. കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് എന്തൊക്കെയോ തോന്നിയേക്കാം, പക്ഷേ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ അതൊന്ന് കീറി മുറിച്ച് കഴിഞ്ഞാൽ, കീറി മുറിക്കണം എന്നില്ല, അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്തരം അബദ്ധങ്ങളാണ് ഇതിൽ തിങ്ങി നിറഞ്ഞിട്ടുള്ളത്.
വിരോധങ്ങളുടെ വൈരുദ്ധ്യാഭാസങ്ങളുടെ ഒരു കൊട്ടിഘോഷയാത്രയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ബാറക്കല്ലാഹു ഫീക്കും വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.